വിവാഹ ജീവിതം ഹാപ്പി ആണെങ്കിൽ നമ്മൾക്ക് തടി കൂടും. വിവാഹ ജീവിതം ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് വയസ്സ് കൂടും. ഹാപ്പി അല്ലെങ്കിൽ പെട്ടെന്ന് വയസ്സാവും. നമ്മൾ ഹാപ്പി ആണെങ്കിൽ തടി കൂടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ ഹാപ്പിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഉണ്ടാക്കലും അങ്ങനെയാണ്. അപ്പൊ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അടി കൂടണം. എന്തെങ്കിലും കാരണം ഉണ്ടായിട്ട് അടി കൂടാൻ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, അത് അടി കൂടിക്കോളും. ഇവരെന്താ പറയണത് ഇവർക്ക് അറിയില്ല. അതാണ് രസം. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്ന് പറയാ, വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം. ഇത് പറയില്ല. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കൂ രാത്രി, എടി ഇന്ന് ഫുഡ് വല്ലതും പാഴ്സൽ മേടിക്കണം, വേണ്ട. അപ്പൊ ഞാൻ വേണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ വീട്ടിലേക്ക് വാങ്ങിക്കാണ്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവള് ചോദിക്കും എവിടെ, എന്ത് ഫുഡ്? അപ്പൊ നീയല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. എന്നാലും മേടിച്ചൂടെ? അപ്പൊ എനിക്ക് തോന്നി അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കും, എടി നിനക്ക് വേണോ? അപ്പൊ അവള് പറയും വേണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായി വേണമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ട് പോകും. അപ്പൊ അവിടെ ചെല്ലുമ്പോ നിങ്ങൾ എന്തിനാ വെറുതെ കാശ് ചെലവാക്കണം, ഇങ്ങനെ തന്നെയാണ് നിങ്ങളെ കാശ് എവിടേക്ക് കാണാത്തത് പറയും, ചീത്ത പറയും. എനിക്ക് ഡൗട്ടായി, ഇത് വേണമെന്നാണോ വേണ്ടതാണ്. അപ്പൊ 3-ാമത്തെ ആഴ്ച ഞാൻ വിളിച്ചു ചോദിക്കും, എടി നിനക്ക് വേണോ? വേണം ഫുഡ്. അപ്പൊ ഞാൻ വാങ്ങിക്കില്ല, കാരണം ഇവിടെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. എന്നിട്ട് അവിടെ ചെല്ലുമ്പോ പട്ടിണി എടുക്കുന്നുണ്ടാവും. അവസാനം പാഴ്സൽ വാങ്ങിച്ചിട്ട് കാറിൽ വെച്ചിട്ട് നടന്നു വന്നു വീട്ടില്. എന്നിട്ട് ഞാൻ ചോദിച്ചു, അപ്പൊ അവള് ചോദിച്ചു ഫുഡ് എവിടെ? ഞാൻ വാങ്ങിച്ചിട്ടില്ല. അവള് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്, എന്നെ മനസ്സിലാവൂല അത് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് കാറിൽ നിന്ന് എടുത്തു കൊണ്ടു കൊടുത്തപ്പോ എന്റെ വിശപ്പൊക്കെ കിട്ടും, എനിക്ക് വേണ്ട. ഞാൻ ചെല്ലുമ്പോ പയറൊക്കെ പൊട്ടിച്ച് കളിക്കാതെ. എന്റെ വൈഫിനെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട്. മുത്താണ് അവള്, മുത്ത്. അവളെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഒക്കെ വൈറലായിരുന്നു, കണ്ടായിരുന്നോ? കണ്ടിട്ടില്ലേ? അതായത് ഇവള് ബൈക്കായിട്ട് പോകുമ്പോ ഞാൻ പുറകെ കാശായിട്ട് പോകണം. എല്ലാ ജംഗ്ഷനിലും ഇടിയുണ്ടാക്കും. ആ വീഡിയോ പോയി കാണാം. അതിൽ പറയുന്നുണ്ട് ഒരാൾക്കൂട്ടം, ഇവള് വണ്ടിയായിട്ട് പോയാൽ ഞാൻ ബാക്കിൽ പോയിട്ട് ആൾക്കൂട്ടം കണ്ടാൽ ഞാൻ ചോദിക്കും ഒരു സ്ത്രീ ഇടിച്ച് നിർത്താതെ പോയതല്ലേ, തരാം. ഇവള് ഒരു ദിവസം പറയാം എന്നോട് താറ് വാങ്ങിച്ചോടെ, താറില്ലേ താറ്. ഞാൻ ചോദിച്ചാൽ എന്തിനാ? അപ്പൊ ഇടിച്ചാ ഞാൻ മരിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു ശേഷം മറ്റൊരു മരിക്കില്ലേ. ഇവള് 5 പ്രാവശ്യം ടെസ്റ്റിന് പോയി, കാറിന്റെ ടെസ്റ്റിന് 5 പ്രാവശ്യം പൊട്ടി. ഒരു നാണവും മാനവും ഇല്ല കേട്ടോ. MVDയോട് ഞാൻ ചോദിച്ചു, MVD എന്റെ ഫാനാണ്. അപ്പൊ MVD ഞാൻ ചോദിച്ചു സാറേ എന്താ സംഭവിച്ചു? അപ്പൊ അയാൾ പറഞ്ഞു ഒരു കമ്പി ബാക്കി നിർത്തിയെങ്കിൽ ഞാൻ കൊടുത്തേനെ. ഒരൊറ്റ കമ്പി. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു നീ എന്താ ചെയ്ത്? അപ്പൊ അവള് പറഞ്ഞു അത് ആദ്യത്തെ റൗണ്ടിൽ തന്നെ 4 കമ്പി പോയി. പിന്നെ ഞാനവിടെ ആഘോഷിച്ചു. ഇവള് കുറെ കാലം വണ്ടി ഒരാളുടെ കൂടെ ഒക്കെ ഓടിക്കാൻ പഠിച്ചിട്ട് ഒറ്റയ്ക്ക് ഓടിക്കണമെന്ന് ആഗ്രഹം ഇവൾക്ക്. അങ്ങനെ എന്റെ കാർ എടുത്തിട്ട് പോയി. രാവിലെ 7 മണിക്ക് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് പോകണേ. 7 മണിക്ക് പോയിട്ട് 7:30 ആകുമ്പോ എനിക്കൊരു ഫോൺ. ഞാൻ ചെന്ന് നോക്കുമ്പോ എന്റെ കാറ് പച്ചക്കറിക്കടയുടെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കട ഇടിച്ചു പൊളിച്ച ഒരു ഭാവം ആ മുഖത്തില്ല. ഞാൻ ചെല്ലുമ്പോ പയറൊക്കെ പൊട്ടിച്ച് കളിക്കാതെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പരിപാടിയാ കാണിച്ചത്? അപ്പൊ അവള് പറഞ്ഞു എന്തൊക്കെ ചെയ്യണം എന്നറിയോ? ഞാൻ പറയും എന്ത് ചെയ്യണം? ടേണിങ്ങിലല്ലേ ഈ കട, ടേണിങ്ങിലാണ് ഈ കട. ഞാൻ എന്തൊക്കെ ചെയ്യണം? അപ്പൊ അവളെ എന്നെ പഠിപ്പിക്കുക. ഹോൺ അടിക്കണം, ഓക്കെ, ഇൻഡിക്കേറ്റർ ഇടണം, ക്ലച്ച് ചവിട്ടണം, ഗിയർ ഡൗൺ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞപ്പോ തിരിക്കാൻ ഞാൻ മറന്നുപോയി. വണ്ടി നേരെ പോയി. ഈ ടീമിന്റെ കൂടെയാണ് എന്റെ ജീവിതം. എങ്ങനെയുണ്ട്? പക്ഷെ അവളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറയെങ്കിലും അവളാണ് കേട്ടോ നമ്മുടെ യഥാർത്ഥ ശക്തി, എന്റെ ബാക്ക് ബോൺ. എന്റെ ബാക്ക് ബോണാണ്. നിങ്ങൾ കൈയടിച്ചത് എന്റെ ബാക്ക് ബോൺ നിങ്ങൾ കാണാനിട്ടാണ്. എന്റെ ബാക്കിലെ ബോണുണ്ടല്ലോ. അങ്ങനെ തമാശല്ല. ഒരു ഭാര്യ വിചാരിക്കുന്ന അത്രേ ഭർത്താവിന് വളരാൻ പറ്റുള്ളൂ. ഭർത്താവ് വിചാരിക്കുന്ന അത്രയാണ് ഭാര്യയ്ക്കും വളരാൻ പറ്റുക. തളർത്താനും പറ്റും. ഭാര്യ വിചാരിച്ച ഭർത്താവിനെ തളർത്താൻ പറ്റൂലേ, ഭർത്താവ് വിചാരിച്ച ഭാര്യയെ തളർത്താൻ പറ്റും. ഇവള് ശരിക്കും എന്റെ സപ്പോർട്ട് കേട്ടോ. ഇപ്പോഴും അത് ഏത് ക്ലാസ്സിന് പോയാലും വിളിച്ചു ചോദിക്കും. മാത്രമല്ല മക്കളൊക്കെ വളർത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നും. എന്നെ കൊണ്ട് പറ്റൂല, 1 മണിക്കൂറൊക്കെ എനിക്കിരുന്ന് കളിക്കാൻ പറ്റുള്ളൂ അവരോട് കൂടെ. അവളുടെ ഒരു ക്ഷമയും സമ്മതിച്ചു കൊടുക്കണം. ഷീ സോ അഡോറബിൾ.
സീരിയസ്ലി ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇത് കുറ്റം പറയലൊന്നുമല്ല. ഇപ്പോൾ മക്കളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ജോലി ഉപേക്ഷിച്ചിരിക്കുകയാണ്, ഇനി വീണ്ടും ജോലിക്ക് കയറും. ഞങ്ങൾ ഭയങ്കര പ്രേമത്തിലും സ്നേഹത്തിലൊക്കെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നു. അത് പിന്നെ ഉണ്ടാവുമല്ലോ, ഇടയ്ക്ക് പ്രാന്താവും. ഞങ്ങൾ തമ്മിൽ ഗംഭീര അടിയൊക്കെ ഉണ്ടാവും. അടി ഉണ്ടാവൂലേ ഭാര്യയും ഭർത്താവും തമ്മിൽ? അതാണ് അതിന്റെ രസം. അത് കഴിഞ്ഞിട്ട് ഇണങ്ങണം. വിവാഹ ജീവിതം ഹാപ്പി ആണെങ്കിൽ നമ്മൾക്ക് തടി കൂടും. വിവാഹ ജീവിതം ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് വയസ്സ് കൂടും. ഹാപ്പി അല്ലെങ്കിൽ പെട്ടെന്ന് വയസ്സാവും നമ്മൾ. ഹാപ്പി ആണെങ്കിൽ തടി കൂടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ ഹാപ്പിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഉണ്ടാക്കലും അങ്ങനെയാണ്. അപ്പൊ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അടി കൂടണം. എന്തെങ്കിലും കാരണം ഉണ്ടായിട്ട് അടി കൂടാൻ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, അത് അടി കൂടിക്കോളും. ഇവരെന്താ പറയണത് ഇവർക്ക് അറിയില്ല. അതാണ് രസം. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്ന് പറയാ, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം. ഇത് പറയില്ല. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കൂ രാത്രി, എടി ഇന്ന് ഫുഡ് വല്ലതും പാഴ്സൽ മേടിക്കണോ? വേണ്ട. അപ്പൊ ഞാൻ വേണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ വീട്ടിലേക്ക് വാങ്ങിക്കാണ്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവള് ചോദിക്കും എവിടെ? എന്ത് ഫുഡ്? അപ്പൊ നീയല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. എന്നാലും മേടിച്ചൂടെ? അപ്പൊ എനിക്ക് തോന്നി അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കും, എടി നിനക്ക് വേണോ? അപ്പൊ അവള് പറയും വേണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായി വേണമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ട് പോകും. അപ്പൊ അവിടെ ചെല്ലുമ്പോ നിങ്ങൾ എന്തിനാ വെറുതെ കാശ് ചെലവാക്കണം? ഇങ്ങനെ തന്നെ നിങ്ങളെ കാശ് എവിടേക്ക് കാണാത്തത് പറയും, ചീത്ത പറയും. എനിക്ക് ഡൗട്ടായി, ഇത് വേണമെന്നാണോ വേണ്ടതാണ്. അപ്പൊ 3-ാമത്തെ ആഴ്ച ഞാൻ വിളിച്ചു ചോദിക്കും, എടി നിനക്ക് വേണോ? വേണം ഫുഡ്. അപ്പൊ ഞാൻ വാങ്ങിക്കില്ല, കാരണം ഇവിടെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. എന്നിട്ട് അവിടെ ചെല്ലുമ്പോ പട്ടിണി എടുക്കുന്നുണ്ടാവും. അവസാനം പാഴ്സൽ വാങ്ങിച്ചിട്ട് കാറിൽ വെച്ചിട്ട് നടന്നു വന്നു വീട്ടില്. എന്നിട്ട് ഞാൻ ചോദിച്ചു, അപ്പൊ അവള് ചോദിച്ചു ഫുഡ് എവിടെ? ഞാൻ വാങ്ങിച്ചിട്ടില്ല. അവള് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്, എന്നെ മനസ്സിലാവൂല അത് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് കാറിൽ നിന്ന് എടുത്തു കൊണ്ടു കൊടുത്തപ്പോ എന്റെ വിശപ്പൊക്കെ കിട്ടി, എനിക്ക് വേണ്ട. ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം. എനിക്കുണ്ടായിരുന്നു പണ്ട് ഇങ്ങനെ ഒരു മാനറിസം എന്ന് പറയാം, ഇങ്ങനെ ഒരു ആക്ഷൻ. ഇപ്പോഴും ചിലപ്പോ വന്നിട്ടുണ്ടോ അറിയില്ല. പണ്ടൊരു ക്ലാസ്സിൽ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുമ്പോ അന്ന് ചെറിയൊരു ഗ്രൂപ്പ്, ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ക്ലാസ് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ടീച്ചർ എന്റെ കൈ കയറി പിടിച്ചു, എങ്ങോട്ടാണോ തനി വരുന്നത്? അപ്പൊ ഞാൻ അറിയുന്നില്ല, ഞാനിത് അറിയാതെ സംഭവിക്കുന്നതാണ് മാനറിസം എന്ന് പറയുന്നത്. മാന്ത, ചൊറിയ, അത് ഇത് ടെൻഷൻ അടിക്കുക, ഇതൊക്കെ നമുക്ക് ആ ഇന്റർവ്യൂ റൂമിലേക്ക് കടക്കുന്നുണ്ട്. ആ കടക്കുന്ന എൻട്രിയും എക്സിറ്റും പ്രധാനമുള്ളതാ. എൻട്രി കടക്കുന്നുള്ളത്, നമുക്കൊരു ഡോർ കിട്ടിയാൽ ഞാൻ കാണിച്ചാൽ ആ ഡോറ് തുറക്കാൻ പറ്റും. ഒരു ഇന്റർവ്യൂ റൂമിലേക്ക് എങ്ങനെ കടക്കാം, എങ്ങനെ നടക്കാം, എങ്ങനെ മുമ്പിൽ നിന്നിരിക്കാം. ഇതൊക്കെ ബോർഡ് മെമ്പേഴ്സ് ആണ്. ഒരാള് എൻട്രി ചെയ്യുന്നു, എൻ്റർ. ഓക്കെ, ഒരാള് താനൊന്ന് പോയിട്ട് പുറത്ത് പോയിട്ട് പോ. ഇന്റർവ്യൂ റൂമിലേക്ക് കടക്കണം കേട്ടോ. പോയിട്ട് പോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഹലോ, നിങ്ങൾക്ക് ഇന്റർവ്യൂ ഇല്ലല്ലോ? താങ്ക് യു. മറ്റേ വിശേഷം ഏതാണ്? ഒരു കാര്യമായിട്ടൊരു കാര്യം ചെയ്ത് ആ കുട്ടിയുടെ ജോലിക്കുള്ള സാധ്യത കളഞ്ഞില്ലേ? കുറച്ച് ആൾക്കാർക്ക് പ്രോഗ്രാം ഉണ്ട്, എത്ര പേരുണ്ട്? 14 പേർക്ക് ഏതോ പ്രോഗ്രാം ഉണ്ട്. ആരൊക്കെയാണ് 14 പേര്? വിമൻ സെല്ലിന്റെ പ്രോഗ്രാം. വിമൻ സെല്ലിന്റെ. ഇപ്പൊ തന്നെ പോണോ? നമുക്കോ രക്ഷപ്പെട്ടു, ഭാഗ്യം. മിസ്സിംഗ്. വിമൻ സെല്ലിന്റെ എന്താ പരിപാടി? ഫ്ലാഷ് എന്നെ നീ കാണണ്ടല്ലോ എന്നാണ് ആ പൊട്ടിത്തറ. എന്റെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇത് പ്രത്യേകം വീഡിയോ ഉണ്ട് ഒരുപാട്. അപ്പൊക്കോ ജോലിയുണ്ട്. നേരത്തെ ആ മറ്റേ സാധനത്തിനിടയിൽ അത് പോയി. ഒന്നുകൂടി പോയിട്ടോ. കമേ. ഗുഡ് മോർണിംഗ്. ഓക്കെ, പേരെന്താ? ജിനു. താങ്ക് യു ജിനു, താങ്ക് യു. ഒരു ചോക്ലേറ്റ് എടുത്തോ.
കൂട്ടത്തിൽ വലുത് തന്നെ എടുത്തിട്ട് പോയിട്ടാ. ജിനോ ചെയ്തതിൽ അതെങ്ങനെയാ, എന്ത് കണ്ണല്ലേ. ജിനോ ചെയ്തതിൽ എന്തൊക്കെ തെറ്റുണ്ട് ശരിയുണ്ട് പറ. ലാക്ക് ഓഫ് കോൺഫിഡൻസ് പ്രശ്നമല്ല. ഇത്ര ആളുടെ മുമ്പിൽ ഫൈൻ, അതൊക്കെ നമുക്ക് അതിന്റെ പ്രോസസ്സ് പറയാം. ആള് വന്നല്ലോ ഇവിടെ, ഞാൻ കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. പറ. എന്തൊക്കെ തെറ്റുണ്ട് ശരിയുണ്ട് പറ. ഇരുന്നതിൽ എന്ത് പറ്റി? ഇങ്ങനെ നോക്കിയത് അത് ഞാൻ അവിടെ വെച്ചിട്ട് വയ്ക്കുക. പോട്ടെ, അത് പോട്ടെ, അതൊരു കോൺഫിഡൻസ്. പിന്നെ വേറെ എന്തൊക്കെ നമുക്ക് ഓരോ പ്രോസസ്സായിട്ട് പറയാം. നമ്മളൊരു ഹോളിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മുട്ടണ്ട്. അതെന്തിനാ? ടു ഗെറ്റ് ദാറ്റ് അറ്റൻഷൻ. ഞാൻ ആ പ്രോസസ്സ് ഓരോന്നായിട്ട് പറയാം. താനൊന്ന് പോയിട്ട് അറ്റത്തിരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ വിളിച്ചു എന്നുള്ളൂ കേട്ടോ. താനൊന്ന് പുറത്ത് പോയിട്ട് മുട്ടിയിട്ട് വാ. താങ്ക് യു. അത് തുറന്നിട്ടേ മുട്ടി. ബെസ്റ്റ് മുട്ടലായി പോയിട്ടോ അത്. ഉറക്കടിക്ക്. യെസ്, കമിങ്. പാടു. ഞാൻ ഇരിക്കണോ? കൂട്ടത്തിൽ ആ വലിയ മിഠായിൻ്റെ അടുത്ത് പോയിക്കോ. എടുത്തോ, സ്നിക്കേഴ്സ് എടുത്തോ. വിശന്ന താനല്ലാതോ. അപ്പൊ ഇപ്പൊ ചെയ്ത കുട്ടിയുടെ പേര് ദേവി കൃഷ്ണ. അയാൾ ചെയ്ത എന്താണ് തെറ്റെന്ന് പറഞ്ഞേ? വിഷ് ചെയ്തില്ല. കറക്റ്റ്, വിഷ് ചെയ്തില്ല. പിന്നെ ഷൈ ആയിരുന്നു. അത് ശരിയാ. കുറച്ചൊരു നിങ്ങൾ നടക്കുമ്പോഴേ കോൺഫിഡൻറ്റ് വാക്കിംഗ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. കോൺഫിഡൻറ്റ് നമ്മളൊന്ന് ഷോൾഡർ നേരെയാക്കി നിങ്ങളെ പറ്റുമെങ്കിൽ ആ വാക്കിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന കുറെ പിള്ളേരില്ലേ, റാംബോ ഒക്കെ പഠിക്കുന്നത്, അങ്ങനെ തന്നെ പൊക്കോ. ഇതേ ഭംഗി ഉണ്ടാവില്ല, കാരണം പറിച്ചു വെച്ച പോലെ പോണത്. പക്ഷെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വാക്ക് അയാൾ നടത്തിച്ച് അത് പഠിക്കുക. അത് നല്ലതെന്ന് പറയുന്നത്. നമ്മുടെ നടത്തത്തിൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യണം. നമ്മളിങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നടക്കുക. കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മൾ വിരിയും. നേരെ തിരിച്ച് ശരിയാണ്. യുവർ ഫിസിയോളജി അഫക്ട്സ് യുവർ സൈക്കോളജി. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ, നിങ്ങൾ നേരെ ഇരുന്ന് നോക്കി, നേരെ നിന്ന് ചിരിച്ച് 3 പ്രാവശ്യം ശ്വാസം വലിച്ച് ഒന്ന് വിടർത്തി പിടിച്ച് നേരെ ഈ പൊസിഷനിൽ ഇങ്ങനെ നിന്ന് കുറച്ചേരം നിന്നതിന് കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ഇങ്ങനെ നിൽക്കും. കുറച്ച് ഷോൾഡർ പിടുത്തത്തിലാക്കും. ഇങ്ങനെ പിള്ളേരെ എന്തൊക്കെ മറുപടി പറയുന്നത്. ഞാൻ ഇപ്പൊ നിങ്ങളോട് 5-6 പേരുടെ ആഗ്രഹങ്ങൾ വെച്ചു. ഒരാള് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു, ഓൺട്രപ്രണർ ആവണമെന്ന് ഈ മോൻ പറഞ്ഞു, ടെക്നീഷ്യൻ ആവണം മോള്, പിന്നെന്താ പറഞ്ഞേ, ലോകം അറിയപ്പെടുന്ന ടെക്നീഷ്യൻ ആവണമെന്ന് ആ കുട്ടി ആഗ്രഹിച്ചു. വലിയ വലിയ ആഗ്രഹങ്ങളാണ് വേണ്ടത്. ഞാൻ പണ്ട് ഒരു സ്കൂളിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് എന്താവാൻ ആഗ്രഹം? ഒരുത്തൻ ഡോക്ടർ, ഒരുത്തിക്ക് എഞ്ചിനീയർ, ആർക്കിടെക്ട്, ഒരുത്തങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്താവണം? അപ്പൊ അവൻ എന്താവാൻ ആഗ്രഹം? എടാ പറയടാ നിനക്ക് എന്താ ആഗ്രഹം? അപ്പൊ അവൻ ഫുൾ കലിപ്പിലാണ്, ദേഷ്യത്തിലാണ്. അവൻ പറഞ്ഞേ എനിക്ക് ഡോക്ടർ ആവണം, തന്നെ കൊണ്ടാക്കി തരാൻ പറ്റുമോ? ഞാൻ പറയില്ല. അപ്പം മിണ്ടണ്ട, ക്ലാസ് എടുത്ത് പോക്കോ. എത്ര കാലമായി ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിക്കും. ഇങ്ങനെ കുറെ അനുഭവങ്ങൾ. ശരിക്കും ആഗ്രഹങ്ങൾ വിളിച്ച് പറയണം, മനസ്സിൽ ഒതുക്കി വെക്കരുത്. പറയണം. ഇപ്പൊ ഞാന് മോളുടെ ബർത്ത്ഡേ എന്നാ November 30th മോൾക്ക് ഞാൻ ഒരു വാച്ച് തരും എന്ന് ഞാന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഞാൻ മോളുടെ അധ്യാപകനാണ്, ഞാൻ നിങ്ങൾക്ക് വാച്ച് തരാമെന്ന് November 1 പറഞ്ഞു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു. ഇയാൾക്ക് മോളുടെ പേര് ആശ. ആഹാ, അടിപൊളി പേരാണല്ലോ. ആശയോട് ഞാൻ പറഞ്ഞു November 30 നിന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു വാച്ച് തരുമെന്ന് November 1 ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക, എല്ലാവരും മുമ്പിൽ വെച്ച്. ആ പറഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, ആശ എന്നെ കാണുന്നത് ഒരധ്യാപകനായിട്ടല്ല, വാച്ചായിട്ടാണ്. ഞാൻ വരുമ്പോ അവളുടെ പോടാ ഞാൻ വരുമ്പോ അവളുടെ വാച്ച് വരുന്നു. ഞാൻ പഠിപ്പിക്കുമ്പോൾ അവളുടെ വാച്ച്
പഠിപ്പിക്കുന്നു. അവൾ എന്നെ പിന്നെ കാണുക വാച്ചായിട്ടാണ്. എന്നെ എപ്പോ കാണുമ്പോഴും നിനക്ക് ആ വാച്ച് ഓർമ്മ ഉണ്ടാവില്ലേ? ഓർമ്മ ഉണ്ടാവും. നവംബർ 30 രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇങ്ങോട്ട് ഇവളുടെ ബർത്ത്ഡേയുടെ കാര്യം ഞാൻ മറന്നു. എന്നിട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ ആശ സാർ ടുഡേ ഇസ് മൈ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ എന്ത് വേണം, ഞാൻ മറന്നു. ഞാൻ സമയം ഉണ്ടാക്കി പോയി വാച്ച് വാങ്ങിച്ചു കൊണ്ടുവരും. കാരണം എന്താ കാരണം? ഞാനത് എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ കമ്മിറ്റഡായി. അതാണ് പ്രശ്നം. അത് പ്രശ്നമല്ല, അത് നമുക്കുള്ള കമ്മിറ്റ്മെന്റ്. ഇവള് പറഞ്ഞു ലോകം അറിയപ്പെടുന്ന ടെക്നീഷ്യൻ ആവണമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പ്രവർത്തനം തുടങ്ങും. നേരെ മറിച്ച് നമ്മൾ ഉള്ളിൽ വെച്ചു എനിക്ക് ആഗ്രഹമുണ്ട് വാച്ച് കൊടുക്കണമെന്ന്, പക്ഷെ പറഞ്ഞില്ല എന്ന് വിചാരിക്കാം. അപ്പൊ 30 ബർത്ത്ഡേ ഞാൻ വാച്ച് വാങ്ങിക്കാൻ മറന്നുപോയി. പക്ഷെ സാധാരണ ദിവസം പോലെ അത് പോവും, വാച്ച് ഉണ്ടാവില്ല. ഒരു കാര്യം തുറന്ന് പറയാൻ പറ്റണം, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ. അങ്ങനെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പഠിക്കുന്ന MIT-യിലെ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കുട്ടികളെയും രക്ഷിതാക്കളെയും സ്റ്റാഫിനെയും കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അതിഗംഭീര പ്രോഗ്രാം ആയിരുന്നു. 1000-ഓളം പേര് പങ്കെടുത്തു. ഇവരുടെ കോൺവെക്കേഷൻ പ്രോഗ്രാം ആയിരുന്നു. +2 മാത്രം മതി ഇവിടെ ഒന്ന് ജോയിൻ ചെയ്താൽ 18 മാസം കൊണ്ട് ഏതാണ്ട് 1 ലക്ഷം രൂപ ശമ്പളമുള്ള ടെക്നീഷ്യനായിട്ട് നിങ്ങൾക്ക് മാറാം. ഞാനിത് കംപ്ലീറ്റ് നടന്ന് കണ്ടു. മനോഹരമായ വെൽ ഓർഗനൈസ്ഡ് ഗംഭീരമായ സ്ഥാപനം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇറക്കിയത് ഇവരുടെ ഗോസ്റ്റിംഗ് കണ്ടായിരുന്നോ? ലവ് ബോംബിങ് പ്രേമത്തിൽ. ഈ ജെൻസിയുടെ കുറെ ഭാഷകളാണ്. പ്രേമത്തിലായിട്ട് ആദ്യത്തെ 2 ആഴ്ച സ്നേഹിച്ച് കൊല്ലും, അങ്ങനെ ലവ് ബോംബിങ്. 2 ആഴ്ച കഴിഞ്ഞാൽ ഒരാൾക്ക് മടുക്കും. അപ്പോ അപ്രത്യക്ഷമാവുന്നതിന് പേര് ഗോസ്റ്റിംഗ്. എന്റെ മോനൊക്കെ ഫുൾ ടൈം ഗോസ്റ്റിംഗിലെന്ന് തോന്നുന്നു. പിന്നെ ഗോസ്റ്റിംഗും അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ അപ്പകഷ്ണങ്ങൾ ഇട്ട് കൊടുക്കൂലേ, അതിന്റെ പേരാണ് ബ്രെഡ് ക്രംബിങ്. എന്തൊക്കെ പേരാ! ഒരെണ്ണത്തിന് പ്രേമിക്കുമ്പോ ഒരാളെ സൈഡിൽ ഇരുത്തുന്നതിന്റെ പേരാണ് ബെഞ്ചി. ഇത് IPL മാച്ചോ മറ്റേ ഫുട്ബോളോ തോന്നിട്ടല്ലേ. എന്തൊക്കെ നമ്മളെ കാലത്തെ പ്രേമൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ അവസ്ഥയിലെ പ്രണയം എങ്ങനെ? അയാള് സിഗ്മ ആവണമെന്ന് വിചാരിച്ചാലോ നടക്കുന്നില്ല. അയാള് പ്രകൃതി പിന്നെ ആ പഞ്ചായത്തിലെ സ്ത്രീകളും ചേർന്ന് അയാൾ സിഗ്മ ആക്കിയതാ. ആ പെണ്ണന്വേഷണം കിട്ടുന്നില്ല. കൊറേ കാര്യങ്ങളുണ്ടല്ലേ. എന്താ പെണ്ണന്വേഷണത്തിന്റെ ഒക്കെ അവസ്ഥ എന്താ ഇപ്പോ? ഷോക്കാണ്. HR ഒക്കെ മാരീഡാണോ? ഇല്ല. എന്താ അവസ്ഥ? എന്താണ് അവസ്ഥ? പറയ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്ക്? എന്താ അവസ്ഥ? എന്താ? പറഞ്ഞോ. അല്ലെ ഇത് പറയട്ടെ. കല്യാണം കഴിഞ്ഞോ? അതെ, നിങ്ങള് മാരീഡ് ആണോ? പിന്നെ ആരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്? ലിബിനെ പറ. അത് പിന്നെ പറ, എന്താ അവസ്ഥ? എന്ത് പോയി കണ്ടോ? 200-ലധികം പെണ്ണുണ്ടോ? അതെ, അതിന് ഈ പെണ്ണുകാരനോടത്ത് വന്നിരുന്ന മിച്ചർ ഇങ്ങനെ വാങ്ങ. എന്ന് വെച്ച് കഴിഞ്ഞാല് 200-ലധികം പെണ്ണുണ്ടോ? ഡോക്ടറെ കാണിച്ചോ? അയ്യോ, ഇൻക്യൂറബിളോ? അത് ശരിക്കും? അയ്യോ, ഇത് ശരിക്കുള്ളതാണോ ട്രോളുന്നാണോ? അയ്യോ, എവിടെ ഇരുന്നു ഇത്രയും നേരം? കണ്ടടോ, ഞാൻ കണ്ടു. പാടമ്പള്ളിയിൽ
രക്ഷപ്പെടുക ജീവിതത്തിൽ. കാരണം ചുറ്റു ശത്രുക്കളാണ്. രക്ഷപ്പെടും. എന്താണ് നമുക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ല മനുഷ്യനൊന്ന് സഹായിക്കണം? 200 ആള് റിജക്ട് ചെയ്ത ഒരാളെ ഞങ്ങളോ? ഇവരൊക്കെ വിചാരിച്ചു എനിക്ക് ഓൾറെഡി സെറ്റായി വിചാരിച്ചിട്ടുണ്ട്. ഈ ഭയങ്കര ഗ്ലാമറുള്ള നല്ല ഗ്ലാമറുള്ള ഗേൾസിന് പെട്ടെന്ന് ലൈൻ സെറ്റ് ആവില്ല. എന്താ കാരണം? ബോയ്സ് ഒക്കെ വിചാരിക്കും ആരെങ്കിലും ഉണ്ടാവും. ഈ കുട്ടി ആയിരിക്കും ആരും നോക്കണമില്ല. അതാണ് ആ കുട്ടിയുടെ പ്രശ്നം. അതാണ് ആ ഗ്ലാമർ കൂടിക്കഴിഞ്ഞാലും പ്രശ്നം. ലിബിന് അതാ സംഭവിച്ചത്. അത്യാവശ്യം ഭംഗിയുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ സംഭവിച്ചത് അഭിഷാദ് ഗുരുവായൂരിന്റെ പിന്നെ ഈ വീഡിയോ കണ്ട് പറ്റുന്നത്ര ആളുകൾ മൂലനക്ഷത്ര അതൊന്നും പുറത്തു പറയണ്ട. ഇത് എനിക്ക് തോന്നുന്നു ഈ നക്ഷത്രത്തിലാണ് ഇത് തെറ്റിപ്പോകുന്നതാണ്. പറയാ പിന്നെ എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ അടിയിൽ കമന്റ് ഇട്ട് കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ട്. അതായത് ഒരു പെൺകുട്ടി ഒന്ന് കമന്റ് ചെയ്തു, അതിന്റെ ശേഷം അതിന്റെ താഴെ ഒരുത്ത കമന്റ് ചെയ്തു, പിന്നെ കമന്റ് ചെയ്തു, പിന്നെ അവര് തമ്മിൽ കമന്റ് ആയി. പിന്നെ അവിടുന്ന് എടുത്ത് നേരെ അവർ ചാറ്റിങ്ങിലേക്ക് പോയി. കല്യാണത്തിന് എന്നെ വിളിച്ചേർക്കിടും. അതിനോട് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് സാറിന്റെ വീഡിയോയുടെ അടിയിലാണ്. അങ്ങനെയൊക്കെ. അപ്പൊ അതുപോലെ ഈ മനുഷ്യനും അങ്ങനെ സംഭവിക്കട്ടെ. അതിന്റെ പേരിൽ എന്റെ ചാനലിൽ എന്തെങ്കിലും സംഭവിച്ചു അതിന്റെ നഷ്ടപരിഹാരം ആ പെൺകുട്ടിയുടെ അച്ഛൻ തരും. ഓൾ റൈറ്റ്. അല്ല അങ്ങനെ സംഭവിക്കണം.